ഇത് KB ശ്രീദേവി. മറക്കുടയ്ക്കുള്ളിലെ നൊമ്പരങ്ങളും സ്വപ്നങ്ങളും ആത്മാവിലേറ്റുവാങ്ങി അക്ഷരങ്ങളായി പൊലിപ്പിച്ച പ്രശസ്ത നോവലിസ്റ്റ്. നിലമ്പൂരിനടുത്തുള്ള വാണിയമ്പലം വെള്ളിക്കാട്ടുമനയിൽ 1940 KB ശ്രീദേവി ജനിച്ചത്. അച്ഛൻ ശ്രീ VMC നാരായണൻ പട്ടതിരിപ്പാട്, അമ്മ ശ്രീമതി ഗൗരി അന്തർജനം. 1953 13-ാമത്തെ വയസ്സിലാണ് ശ്രീദേവിയുടെ യുഗാന്തരങ്ങളിലൂടെ എന്ന ആദ്യ കഥ പുറത്തുവരുന്നത്. ആദ്യം അതിൻ്റെ പശ്ചാത്തലം ഒരു മരണത്തിനോടുള്ള ഒരു ബോധമായിരുന്നു. ഞാനന്ന് രാത്രിയൊക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു. പകലൊക്കെ പാട്ട് പഠിക്കലായിരുന്നു. രാത്രി അന്ന് വായിച്ചത് പാവങ്ങളാണ്. 13 വയസ്സേ ആയിട്ടുള്ളൂ. 10ാം ക്ലാസ് പാസ്സായി വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പാവങ്ങൾ രാത്രിയൊക്കെ ഇരുന്ന് വായിച്ചു. പിന്നെ ഉമ്മാച്ചൂലെ മായൻ്റെ മരണം, അതായിരുന്നു അന്ന് ഈ പീരിയോഡിക് ഇതിൽ ആഴ്ചവയ്പ്പിൽ വന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള എന്നെ കുട്ടിക്കാലത്ത് എഴുത്തിച്ചേർന്ന് നിലത്തെഴുത്ത് പഠിപ്പിച്ചേർന്ന എഴുത്തച്ഛൻ്റെ മരണം ഒക്കെ കൂടി എൻ്റെ ഉള്ളിലൊരു മരണത്തിനെ പറ്റി വല്ലാത്തൊരു ബോധം, ഇങ്ങനെ ഒരു വേട്ടയാടണ പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു ദിവസം രാവിലെ കുളിക്കാൻ പോകുമ്പോൾ ഒരു പക്ഷി അവിടെ ചത്ത് കിടക്കുന്നുണ്ട്. ഞാനതിങ്ങനെ നോക്കി നിന്നു. അപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നി. പകലൊക്കെ ഇത് ആടിപ്പാടി പാട്ടും പാടി പറന്ന് നടന്നതല്ലേ, രാത്രിയാകുമ്പോൾ മരിച്ചു കിടക്കണോ, ഇങ്ങനെ ആയിട്ട് അന്ന് അവിടെ പാട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇരുന്ന് എഴുതി. അത് ആദ്യം കുറേ ഹെഡിങ്ങൊക്കെ മാറ്റി അവസാനം യുഗാന്തരങ്ങളിലൂടെ എന്നുള്ള ഒരു പേരിട്ടു. അതിന് ജീവൻ്റെ ഒരു പ്രയാണമായിട്ട്. എങ്ങനെ ഇപ്പം അന്ന് ഇത്ര ഇതിൽ അങ്ങനെ ഒരു ഇതാണ് എനിക്കന്നുണ്ടായിരുന്ന ഒരു ബോധം. അത് എഴുതി കഴിഞ്ഞാൽ അപ്പം ഇല്ലത്തൊന്നും ആരും അത് വായിക്കൊന്നുമില്ല. എഴുതി കഴിഞ്ഞു വെച്ചാൽ തന്നെ ചീത്ത പറയുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ശാന്ത എന്നെക്കാൾ വയസ്സൊക്കെ കൂടും, പക്ഷേ ഞങ്ങൾ വലിയ ഫ്രണ്ട്സായിരുന്നു. ശാന്തയുടെ ഏട്ടന്മാരൊക്കെ ധാരാളം വായിക്കും, പിന്നെ ഈ മാസികകളൊക്കെ വരുത്തും. അപ്പോൾ ശാന്ത പറഞ്ഞു, ഞാൻ ഇത് വിശ്വട്ടൻ്റെ കയ്യിൽ കൊടുക്കാം, വിശ്വട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ശാന്തയുടെ ഏട്ടൻ വിശ്വനാഥൻ അത് തുഞ്ചത്ത് എഴുത്തച്ഛൻ മാസികയ്ക്ക് അയച്ചു കൊടുത്തു. അത് വേഗം അവർ പ്രസിദ്ധപ്പെടുത്തി. മാത്രമല്ല അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ 10 കോപ്പി ഈ മാസികയുടെ പറഞ്ഞു, നന്നായിട്ടുണ്ട് കഥ, അതുകൊണ്ട് ഇത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോളൂ. പിന്നെ ഒരു 10 ഉറുപ്പികയും തന്നു. അതെനിക്ക് വലിയൊരു അത്ഭുതമായി. ഈ പണമൊന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കണമെന്നില്ല. എന്നിട്ട് എനിക്ക് പരിഭ്രമമായി, എന്താ ഈ പണം കാട്ടേണ്ടതെന്നായി. ഇല്ലത്തൊന്നും അത് അറിഞ്ഞാൽ തന്നെ വളരെ ഇതാണ്. പക്ഷേ അതിൻ്റെ കൊണ്ടുവരൽ എനിക്ക് വളരെ ഒരു നാടകീയമായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ പത്രാധിപർ ഇല്ലത്ത് വന്നു. അപ്പോൾ കാണാൻ കഴിഞ്ഞാൽ എനിക്കിവിടെ അദ്ദേഹം വിചാരിച്ച് ഞാൻ വളരെ പ്രായമായിട്ടൊരാളാണെന്നാണ്. എനിക്കവരെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പാട്ട് ടീച്ചർ ദേവകിയമ്മ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അവനങ്ങോട്ട് വരും, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് വേറൊരു വഴി കൂടെയൊക്കെ പോയിട്ട് അദ്ദേഹത്തിന് ആ രൂപം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നന്നായിട്ടുണ്ട്, ഇത് ഇങ്ങനെ വെറുതെ പോവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു അവരോട്. അപ്പോൾ എനിക്ക് എന്താ അത്രയ്ക്കൊന്നും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കണമെന്നില്ലേ, ചെറിയ കുട്ടിയല്ലേ. അതാണ് ആദ്യത്തെ കഥ. അതൊന്നും ആരും വായിക്കുന്നില്ല. ശാന്തയായിരുന്നു എൻ്റെ ഒരു യഥാർത്ഥ വായനക്കാർ. പിന്നെ പാട്ട് ടീച്ചർക്ക് നല്ലതായിരുന്നു. ടീച്ചർക്ക് എന്നോട് വലിയൊരു വാത്സല്യമായിരുന്നു. പാട്ട് പഠിപ്പിക്കണമുള്ളതിനേക്കാൾ അധികം ബാക്കിയുള്ളതാണ് അവർ എന്നെ പഠിപ്പിച്ചത്. വലിയൊരു ബന്ധമായിരുന്നു ടീച്ചറായിട്ടുള്ളത്. ഇല്ലത്തെ ആരും വായിച്ചിട്ടില്ല ആ കഥ. എന്നല്ല എനിക്ക് പറയാൻ പേടിയായിരുന്നു, ആരെങ്കിലും വായിച്ച് ഇനി എന്തെങ്കിലുമൊക്കെ പറയുമോ എന്ന് വിചാരിച്ചിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ലത്തെ അച്ഛൻ്റെ മരുമാനം ഒരു ശങ്കരേട്ടനായിരുന്നു. അദ്ദേഹം അച്ഛൻ്റെ കമ്പനിയിലാണ് ജോലി എടുത്തിരുന്നത്. ശങ്കരേട്ടനാണ് എൻ്റെ ദൂതൻ. എനിക്ക് ആഴ്ചപ്പതിപ്പൊക്കെ കൊണ്ടുവരിക, പിന്നെ അങ്ങനത്തെ അന്നന്നത്തെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തരിക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം പുറത്ത് പോയാൽ അച്ഛൻ്റെ ഓഫീസ് മുറിയിൽ ഇഷ്ടംപോലെ പുസ്തകമുണ്ട്. അനിൽ ഭട്ടിൻ്റെ, അത് കഴിഞ്ഞിട്ട് വലിയ വലിയ റൈറ്റേഴ്സിൻ്റെയൊക്കെ പുസ്തകം ഉണ്ടാവും. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല, 4 അങ്ങോട്ട് കിടക്കാൻ പാടില്ല. അപ്പം ഞാൻ വായിക്കാൻ എനിക്ക് പറ്റില്ല. ശങ്കരേട്ടനാണ് അവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു.
അവിടെ ഈ രാമൻ നായരുടെ വായനശാല ഇല്ലത്തെ സ്ഥലം തന്നെയാണ്. അതിലുള്ള പുസ്തകമൊക്കെ ശങ്കരേട്ടൻ എടുത്തുകൊണ്ടിരും. ഈ പാവങ്ങളെ പിന്നെ വാർ ആൻഡ് പീസൊക്കെ ഞാൻ അങ്ങനെയാണ് വായിച്ചത്. വൂതറിങ് ഹൈറ്റ്സ് ഒക്കെ അന്ന് ആ ചെറിയ കുട്ടിക്കാലത്ത് അത് പകലൊക്കെ ഇതാണ് പാട്ട് പഠിക്കലാണ്. 5:30 എണീറ്റിട്ട് പാട്ട് പഠിച്ച് സാധകം ചെയ്ത് അത് കഴിഞ്ഞ് ടീച്ചറുടെ ഒപ്പം കുളിക്കാൻ പോവും. കുളിച്ച് വന്നാൽ കാപ്പി എല്ലാവർക്കും കാപ്പി കൊടുക്കൽ എൻ്റെ ഭാരമാണ്. കാപ്പി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആദ്യം പഠിക്കാൻ പോവും. ഊണ് കഴിഞ്ഞ് കുറച്ച് സമയത്തുള്ളത് ഞാൻ വായിക്കാൻ എടുക്കും കുറച്ച്. പിന്നെ വൈകുന്നേരം ഊണ് കഴിഞ്ഞാലാണ് വിസ്തരിച്ച് വായന. ചിലപ്പോൾ വെളിച്ചോളം വായിക്കും. അപ്പോൾ ടീച്ചറിങ്ങനെ ഞാൻ ടീച്ചർ വരെ അടുത്താണ് കിടക്കുക. അപ്പോൾ ടീച്ചറിങ്ങനെ പറയും കിടക്കുമോ അവനെ എന്ന് പറയും. എന്താ വെച്ചാൽ വിളിച്ചാകുമ്പോൾ സാധകം ചെയ്യുമ്പോൾ ഉറക്കം തൂങ്ങി. അപ്പോൾ ഞാൻ ചിലപ്പോൾ വിളിച്ചാവോളം ഇങ്ങനെ കുറയിലും കേട്ടലുമായിട്ടാവും. പിന്നെ വളരെ കാലം കഴിഞ്ഞിട്ട് അവർ 57 വയസ്സൊക്കെ ആയിട്ട് മരിക്കാൻ ഉള്ള കിടപ്പായപ്പോൾ കാണണം പറഞ്ഞിട്ട് ഞാൻ കാണാൻ പോയി. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു കഷ്ടം, ഞാൻ പാട്ട് നല്ലോണം ശ്രദ്ധിച്ച് പാട്ട് പഠിച്ചായിരുന്നു വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കൈ പിടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരൊരു വാചകം പറഞ്ഞു. അവർ പറഞ്ഞു എനിക്കങ്ങനെയല്ല തോന്നുന്നത്, ഞാൻ ഇങ്ങനെ ഒരാളോടല്ലേ കിടക്കൂ എന്ന് പറഞ്ഞത്, അതിൻ്റെ ഒരു ദുഃഖമുണ്ടപ്പോൾ എന്ന് പറഞ്ഞു. വായിക്കുമ്പോൾ വായിക്കണ്ട കിടക്കൂ എന്ന് പറഞ്ഞില്ലേ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു വലിയ ബന്ധമായിരുന്നു ആ ടീച്ചറായിട്ടുള്ളത്. അവസാനം വരെ നിലനിന്നു. ആദ്യം പബ്ലിഷ് ചെയ്തത് യജ്ഞാണ്. അത് വലിയൊരു തന്നെയാണ് കേട്ടോ, പറയേണ്ട വയ്യ. അതൊരു ഈശ്വരാധീനം, ഈശ്വര അനുഗ്രഹം തന്നെയാണ്. 74 കുങ്കുമം അവാർഡ് കിട്ടി. അതൊരു വലിയ സംഭവമായിരുന്നു കേട്ടോ. കുങ്കുമം അവാർഡിൻ്റെ എനിക്കന്ന് 34 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഒന്നും അറിയില്ല പുറത്ത് ഇതൊന്നും. ഞങ്ങൾ മഹിളാ സമാജം നടത്തുമ്പോൾ കുറേ ഓരോന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് പോയിട്ട് ധാരാളം പ്രസംഗിക്കുക, അങ്ങനെ അവരൊക്കെ പറയും തമ്പുരാട്ടി മതി പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ, അല്ലാണ്ട് എനിക്ക് പബ്ലിക്കിനെ അങ്ങനെ ഞാൻ നേരിട്ടിട്ടൊന്നുമില്ല. അവിടെ ചെന്നപ്പോൾ അവിടെ അവർക്ക് വേറൊരു പത്രം പുറത്തിറക്കലാണ് ഈ കേരള ശബ്ദമായിട്ട്. അപ്പോൾ ഒരുപാട് ആൾ ഈ AKG അച്യുതമേനോൻ, കുമാരപ്പിള്ള എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ അവരൊക്കെ മുമ്പിലിങ്ങനെ ഇരിക്കണ്ടായി. എന്നിട്ട് ഞാൻ പ്രസംഗിച്ചു. കുമാരപ്പിള്ള പറഞ്ഞു അത് നന്നായിട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് വലിയൊരു നല്ല NV പറയുകയും ചെയ്തു. പിന്നെ ഈ ഒഴുകരുത് കേട്ടോ, കാലം ഉറപ്പിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. നല്ല അനുഭവമായിരുന്നു അത്. സ്വാനുഭവങ്ങൾ തന്നെയാണ് അതിൽ. കുറേ നേരിട്ട അനുഭവമുള്ള കുറേ കാര്യങ്ങളാണ് പിന്നെ ഇതൊക്കെ ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ കേട്ടതല്ലേ. ഞങ്ങളുടെ അവിടെ സാധാരണ വരാറുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഇതിൻ്റെ തിക്താനുഭവം ഉള്ള സ്ത്രീയായിരുന്നു. ഈ ഭ്രഷ്ടായ ഒരാളുടെ മകള്. അവരുടെ വളരെ ദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ അധികം അങ്ങനെ ഞങ്ങളൊന്നും അങ്ങനെ മിങ്കിൾ ചെയ്തിരുന്നില്ല. ഞാൻ പറഞ്ഞു എവിടെ വന്നിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വായിക്കാനൊക്കെ അവർക്ക് നല്ല ഉത്സാഹമാണ്. അപ്പോൾ ഭാഷാഭാരതമൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഒപ്പം ഇരുന്ന് വായിക്കും. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളൊക്കെ ഞാൻ വായിച്ചു കൊടുക്കും. അങ്ങനെ അവർക്ക് വലിയൊരു ബന്ധമായി. അപ്പം അന്ന് വീണുണ്ട് ഈ വിത്ത് എൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് പിന്നെ അത് വളർന്ന് അവിടുന്ന് തന്നെ ഞാൻ കുറച്ചങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു. പിന്നെ തൃശ്ശൂർ വന്നപ്പോൾ അതാദ്യം പിന്നെ അപ്പോഴേക്കും ഈ ഭ്രഷ്ട് പുറത്തിറങ്ങിയിരുന്നു മാടമ്പിൻ്റെ. അപ്പം എനിക്ക് തോന്നി ഇതിനൊരു മറുഭാഗം എഴുതണം എന്ന്. അതൊരു വാശിയായി കേട്ടോ. അതുകൊണ്ട് കുറച്ച് കാരണം ഇത് ഇങ്ങനെ എഴുതി തുടങ്ങാൻ കാരണം ശരിക്കും ഈ ഭ്രഷ്ടിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു സ്ത്രീയെ പറ്റിയിട്ട് എഴുതാനാണ് ഞാൻ വിചാരിച്ചത്. അവരുടെ ദുഃഖമാണ് വളരെ കഠിനമായത്. അപ്പോൾ ഞാൻ അത് എഴുതാൻ പുറപ്പെട്ടു.